ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായി ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ ആലുവക്ക് സമീപം ആലുവ മെട്രോ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഒരു 500 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് 4 സെൻറ്റ് 700 ലിങ്സിലാണ്. 1710 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ മനോഹര ഭവനം നിർമ്മിച്ചിരിക്കുന്നത്. ഈ 4 ബെഡ്റൂംസിൻ്റെ വീട് കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ഈ 3 ബെഡ്റൂംസിൻ്റെ വീടും അവൈലബിൾ ആണ്. ഇതിൻ്റെ വീഡിയോ ഇന്നലെ ഞങ്ങൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അതിന് ചോദിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. ഇന്നത്തെ വീടിൻ്റെ വിശേഷങ്ങളിൽ ഈ 4 ബെഡ്റൂംസിൻ്റെ വീടിൻ്റെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യം നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. ഏതൊരു വലിയ വാഹനവും ഈസി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിട്ടുണ്ട്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളമാണ്. ഓപ്പൺ വെൽ വാട്ടറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ KW കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ്. വീടിൻ്റെ മുൻവശത്തെ റോഡ് അത്യാവശ്യം വീതി കൂടി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ആലുവ ടൗൺ, ആലുവ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് 6 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 500 മീറ്റർ മാത്രം ദൂരവും ജംഗ്ഷനിലേക്ക് ബസ് റൂട്ടിലേക്ക് ജസ്റ്റ് വാക്കിൻ ഡിസ്റ്റൻസ് മാത്രം ദൂരവുമാണ് വരുന്നത്. മാത്രമല്ല പെരുമ്പാവൂർ ടൗണിലേക്കാണെങ്കിൽ ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. കൂടാതെ കളമശ്ശേരിയിലേക്കാണെങ്കിൽ ഒരു 9 കിലോമീറ്റർ ദൂരവും പുക്കാട്ടുപടി ടൗണിലേക്ക് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരവുമാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. വീടിൻ്റെ മുൻവശത്തായി, വീടിൻ്റെ മുറ്റത്തായി കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഒരു 2-3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. കിണറാണ് നമ്മൾ ഈ കാണുന്നത്. ഒരിക്കലും വറ്റാത്ത രീതിയിലാണ്. ധാരാളം വെള്ളം നമുക്കിതിൽ കാണുന്നുണ്ട്. വെള്ളം വറ്റാത്ത ഒരു ഏരിയയിലാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം സൈഡ് വശങ്ങളിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ സിറ്റ് ഔട്ടാണെങ്കിൽ അത്യാവശ്യം നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരു 4 ചെയറുകൾ ഒരേ സമയത്തിടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റാണ് ഇതിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 2 പാളികളിലായാണ് മെയിൻ ഡോറിൻ്റെ നിർമ്മാണം. ആഞ്ഞിലി മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 പാളികളിൽ മനോഹരമായ രീതിയിൽ കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ച ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. BLDC ഫാൻ സീലിംഗിൽ നൽകിയിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വർക്കുകളെല്ലാം നൽകി മൾട്ടിവുഡിൽ വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. വാഷ് കൗണ്ടർ ഈ ഒരു ഏരിയയിലാണ്. ഈ സൈഡിൽ കോർണറിലായി ഒതുങ്ങിയ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം ഷെൽഫുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചണാണ്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയിലാണ് കിച്ചൺ കൗണ്ടറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഹാങ്ങിങ് ലൈറ്റ് എല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ കിച്ചണാണ്. കിച്ചൺ ചേർന്നതിന് സെക്കൻഡറി കിച്ചൺ കൂടി അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ BLDC ഫാൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി
മനോഹരമായ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് കൂടിയ ബാത്റൂമാണ്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് വാൾ ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്, സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്, ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളിലും അത്യാവശ്യം സ്പേഷ്യസ് കൂടി തന്നെയാണ് ബെഡ്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂമാണെങ്കിൽ ഏതാണ്ട് ഒരു 12, 13, 12, 14 എന്ന അളവിലും മറ്റു ബെഡ്റൂമാണെങ്കിൽ ഒരു 10, 13 എന്ന അളവിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബാത്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസാണ് നമ്മൾ ഈ കാണുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിലെ ടൈൽസുകളും ഹാൻഡ് റെയിലിനായി GH കോട്ടും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബാത്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 7 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. നല്ല ഭംഗിയിലുള്ള ഒരു വാൾ ടൈൽസുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ, സീലിംഗ് ഫാൻ എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. വാൾഡ്രോ സൗകര്യവും ഒരു മിറർ യൂണിറ്റ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബാത്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ഓപ്പൺ ടെറസും ബാൽക്കണിയും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. ഈ ബെഡ്റൂമിൽ നിന്നൊരു ചെറിയൊരു ബാൽക്കണി കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാൻഡിലെ ടഫൻ ഗ്ലാസും GH കോട്ടുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ല സ്പേഷ്യസ് ഒരു ഓപ്പൺ ടെറസ് അവൈലബിൾ ആണ്. ഷീറ്റ് വർക്ക് എല്ലാം ചെയ്തെടുത്താൽ ഉപകാരപ്രദമാകും. എറണാകുളം ജില്ലയിൽ ആലുവ ടൗൺ വളരെ അടുത്തായി മെട്രോ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് വളരെ അടുത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് 4 സെൻറ്റ് 700-750 ലിങ്സിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1710 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം നൽകിയാണ് ഈ മനോഹരമായ ഭവനം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില വരുന്നത് 68 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീണ്ടും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.